നമസ്കാരം, ഞാൻ രശ്മി സരി. ഇന്നത്തെ റെസിപ്പി മുതിര ചമ്മന്തിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് മുതിര. അപ്പോൾ മുതിര വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് 1/2 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിരിക്കുന്ന മുതിരയാണ്. ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം മുതിര ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് മുതിര ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചട്ടിയുടെ ചൂടിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി. മുതിരേൻ്റെ നല്ലൊരു മണവും വരും, അതുപോലെ തന്നെ കളറും മാറി വരും. പിന്നെ അരിയൊക്കെ വറുക്കുമ്പോൾ പൊട്ടുന്ന പോലെ മുതിരയും പൊട്ടാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടിയിൽ നിന്ന് മുതിര മാറ്റി വെക്കാം. ഇനി മുളകൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതിര എടുക്കുമ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതിയാകും. ഇതിലേക്ക് 6-7 ചെറിയുള്ളിയും നടുകയൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളകും 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തിരിക്കുന്ന തേങ്ങയും അതേപോലെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുതിരയൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. കല്ലിൽ അരയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കല്ലില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം മുതിരയും മുളകും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിലേക്ക് ചൂടാക്കിയെടുത്തിരിക്കുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ചെടുക്കുമ്പോൾ ചമ്മന്തി പൊടിയായിട്ടാണ് നമുക്ക് കിട്ടുക. പൊടിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് നല്ല കുഴഞ്ഞിരിക്കുന്ന ചമ്മന്തിയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. മുതിരേൻ്റെ രുചി പൊതുവെ അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ മറ്റു ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ആരും മുതിര ഉപയോഗിച്ച് കാണാറില്ല. പക്ഷേ മുതിരേൻ്റെ പോഷക ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രുചികരമായിട്ടുള്ള രീതിയിൽ മുതിര നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. മുതിരയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈബറും കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിന് പ്രശ്നം വരില്ല. അതേപോലെ തന്നെ തടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മുതിര കഴിക്കാം. കാരണം ഇതിൽ ഫാറ്റ് തീരെ ഇല്ലാന്ന് തന്നെ പറയാം. ഒരുപാട് ഊർജം നമുക്ക് കിട്ടുന്ന ഒരു ധാന്യമാണ് മുതിര. മുതിര കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ചൂടാണ് കിട്ടുക. അതുകൊണ്ട് തണുപ്പ് കാലാവസ്ഥയിൽ മുതിര കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഊർജവും അതേപോലെ തന്നെ ശരീരത്തിന് നല്ല ചൂടും കിട്ടും. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ മുതിര ചമ്മന്തി ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതേപോലെ നമ്മുടെ ചാനലൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. നന്ദി.